ലെറ്റ്സ് ടോക്ക് പ്രോഫസി പോഡ്കാസ്റ്റിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ 5ാമത്തെ എപ്പിസോഡിലേക്ക് എത്തിയിരിക്കുകയാണ്. 4ാമത്തെ എപ്പിസോഡിൽ നമ്മൾ ഡാനിയലിൻ്റെ 7th ചാപ്റ്ററിൻ്റെ ആദ്യത്തെ ഭാഗമാണ് കവർ ചെയ്തത്. ഈ എപ്പിസോഡ് ആക്ച്വലി ഇനി വരാൻ പോകുന്ന 2 എപ്പിസോഡുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 എപ്പിസോഡ്സാണ്. ഞാനത് പറയാൻ കാരണം അപ്പോക്കാലിപ്റ്റിക് വൊക്കാബുലറിയിൽ, അതായത് ലോകാവസാനത്തെ സംബന്ധിച്ച് ഉള്ള വൊക്കാബുലറിയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു വേർഡ് നമ്മളിവിടെ ചർച്ച ചെയ്യും. ആൻറ്റി ക്രൈസ്റ്റ് എന്നാണ്, എതിർ ക്രിസ്തു. അപ്പോൾ ഇപ്പോഴത്തെ ചെറിയ പിള്ളേർക്ക് പോലും ഈ വാക്ക് കേട്ട എന്തോ ഭീകരതയൊക്കെ തോന്നും. ഓക്കെ, അപ്പോൾ ഈ ആൻറ്റി ക്രൈസ്റ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്ന ക്യാരക്ടറിസ്റ്റിക്സ് മനസ്സിലാക്കുന്ന 2 എപ്പിസോഡ്സാണ് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഡാനിയൽ 7th ചാപ്റ്ററിൻ്റെ 2nd ഹാഫിലാണ് ഇതുള്ളത്. പുതിയൊരു ക്യാരക്ടറൊക്കെ ഇതിൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കും. ഡിസ്കഷനിലേക്ക് കടക്കുന്നതിന് നമുക്ക് ഒരു വാക്ക് പ്രാർത്ഥിക്കാം. ബ്രദർ ജേക്കബ്. ഞങ്ങളെ ഏറ്റവും സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അധ്യായമാണ് ഞങ്ങളിന്ന് കൈകാര്യം ചെയ്യുന്നത്. അതിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് അതായത് എതിർ ക്രിസ്തു അല്ലെങ്കിൽ അന്തിക്രിസ്തു എന്ന് പൊതുവെ അറിയപ്പെടുന്ന ഈ ശക്തിയെ ഞങ്ങൾ ഈ ബൈബിളിൻ്റെ വാക്യങ്ങളിൽ നിന്ന് തിരിച്ചറിയാൻ ശ്രമിക്കുമ്പോൾ അങ്ങ് ഞങ്ങളുടെ കൂടെ ഇരിക്കുകയും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഇതിനെ കൃത്യമായ രീതിയിൽ പങ്കുവയ്ക്കുവാനുള്ള ശക്തി നൽകുകയും ചെയ്യണമേ. ഇത് കേൾക്കുന്ന ഓരോ വ്യക്തിക്കും വേണ്ടി ഞങ്ങൾ ഈ സമയം പ്രാർത്ഥിക്കുകയാണ്. കാരണം അവരുടെ ജീവിതത്തെയും നിത്യരക്ഷയും തന്നെ മാറ്റിമറിക്കുവാൻ സാധ്യതയുള്ള ഈ ഒരു കാര്യത്തെ അവർ തിരിച്ചറിയുമ്പോൾ തുറന്ന ഹൃദയത്തോടെയും അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ മനസ്സിലാക്കുവാൻ സഹായിക്കണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ താഴ്മയോടെ ചോദിക്കുന്നു. നല്ല പിതാവേ. നമുക്ക് ചർച്ച ആരംഭിക്കാൻ പോകുന്നത് ജോണത്തൻ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ 4ാമത്തെ മൃഗം, റോമ സാമ്രാജ്യത്തെ സൂചിപ്പിക്കുന്ന 4ാമത്തെ മൃഗത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്തത്. അപ്പോൾ അവസാനത്തെ ഭാഗത്തിൽ നമ്മൾ കാണുന്നത് അതിൻ്റെ തലയിൽ 10 കൊമ്പുകൾ ഉണ്ടായിരുന്നുള്ളതാണ്. ഈ കൊമ്പുകൾ എന്തിനാണ് സൂചിപ്പിക്കുന്നത്? ഈ 10 കൊമ്പുകൾ ഏതൊക്കെയാണെന്നൊന്ന് പറയാൻ പറ്റുമോ? ഇപ്പോൾ ഈ വാക്യം നമുക്ക് വായിക്കാം. ദാനിയേൽ 7:24. ഈ രാജ്യത്തിൽ നിന്നുള്ള 10 കൊമ്പുകളോ എഴുന്നേൽപ്പാനിരിക്കുന്ന 10 രാജാക്കന്മാരാകുന്നു. അപ്പൊ ഈ വാക്യത്തെ നമുക്ക് വ്യക്തമാക്കുന്നു. ഈ 10 കൊമ്പുകൾ 24 വാക്യത്തിൽ വ്യക്തമാക്കുന്നു. അത് 10 രാജാക്കന്മാരാണ്. നമ്മൾ നേരത്തെ വായിച്ചു ദാനിയേൽ 7 രാജാക്കന്മാരും അതേപോലെ രാജ്യവും അങ്ങോട്ടും ഇങ്ങോട്ടും ഉപയോഗിക്കുന്നത്. അപ്പൊ അത് 10 രാജ്യങ്ങളെ കുറിച്ചാണ് ഇത് പറയുന്നത്. നമ്മൾ ദാനിയേലിന്റെ പ്രവചനം 2ാം അധ്യായത്തിൽ വന്നാലും കാലിൽ പാദത്തിൽ എന്താണ് നമുക്ക് 10 വിരലുകൾ കാണാം. അതും ഇത് തന്നെയാണ്. ആ 10 ഡിവിഷനാണ്. 476 അല്ലെങ്കിൽ 351 മുതൽ 476 ബാർബറിയൻ ട്രൈബ്സ് വെസ്റ്റേൺ റോമൻ എംപയറിലേക്ക് വരികയും അവർ വിഭജിക്കുകയും അവരെ നശിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ പല ഭാഗങ്ങളായിട്ട് തന്നെ വിഭജിച്ചു. ഈ 10 സാമ്രാജ്യങ്ങൾ ഏതൊക്കെയാണ് എന്നതിൽ ചെറിയ ആശയക്കുഴപ്പം ചരിത്രകാരന്മാരിലുണ്ട്. പക്ഷേ നമുക്ക് ചില ഫാക്ടേഴ്സ് ഉണ്ട് അതിനെ ഉറപ്പിക്കാൻ വേണ്ടി. ഒന്നാമത്തെ കാര്യം, അത് ഓരോന്നും വിഭിന്നവും അതേപോലെ സ്വതന്ത്രമായിട്ടുള്ള രാജ്യങ്ങളായിരിക്കണം. രണ്ടാമത്തത്, അത് ഇപ്പോഴത്തെ ജോഗ്രഫിക്കൽ ലൊക്കേഷന്റെ റോമൻ എംപയറിൽ പെടുന്ന സാമ്രാജ്യങ്ങളായിരിക്കണം. മൂന്നാമത്, ഈ വെസ്റ്റേൺ റോമൻ എംപയർ, പടിഞ്ഞാറൻ റോമൻ സാമ്രാജ്യത്തിന്റെ വീഴ്ചയ്ക്ക് ശേഷം എന്ന് പറഞ്ഞാൽ 476 AD ശേഷം ഉണ്ടാകുന്നതാണ്. അതേപോലെ ഏറ്റവും അവസാനമായി അത് കുറച്ച് നാളത്തെങ്കിലും അത് ഭരണത്തിലുണ്ടാകണം. അത് പെട്ടെന്ന് വന്ന് പോയ സാമ്രാജ്യങ്ങളാകാൻ പാടില്ല. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് 10 സാമ്രാജ്യങ്ങൾ കാണാൻ പറ്റും. ഞാൻ അതിന്റെ വർഷങ്ങളോടൊപ്പം ഞാൻ പറയാം. 351 AD ആലിമനി വരുന്നത്, അത് ഇപ്പോഴത്തെ ജർമ്മനിയാണ്. അതേ വർഷം തന്നെ ഫ്രാൻസ് വരുന്നു, അത് ഇപ്പോഴത്തെ ഫ്രാൻസ് ആണ്. 406 AD മുതൽ ബർഗുണ്ടിയൻസ്, അത് ഇപ്പോഴത്തെ സ്വിറ്റ്സർലാൻഡ്. അതേ വർഷം തന്നെ സൂവി, ഇപ്പോഴത്തെ പോർച്ചുഗൽ. അതേ വർഷം തന്നെ വാൻഡൽസ്, ഇപ്പോഴത്തെ ആഫ്രിക്ക. അതേ 408 AD വിസിഗോത്ത്, അതാണെങ്കിൽ ഇപ്പോഴത്തെ സ്പെയിനാണ്. പിന്നെ നമുക്ക് സാക്സൺസ് ഉണ്ട്, അത് 449 AD, അത് ഇപ്പോഴത്തെ ബ്രിട്ടനാണ്. പിന്നെ 453 AD ഓസ്ട്രോഗോത്സും, അത് ഇപ്പോഴത്തെ ഇറ്റലിയിലാണ്. 453 AD തന്നെ ലോംബാർഡ്സ് ഉണ്ട്, അത് ഇപ്പോഴത്തെ ഇറ്റലിയാണ്. 476 AD ഹെറുലിയാണ്, അതും ഇപ്പോഴത്തെ ഇറ്റലിയിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ നമുക്കിങ്ങനെ 10 സാമ്രാജ്യങ്ങൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഓക്കെ പ്രിൻസ്, നമ്മൾ ഇന്നത്തെ ഇനി വരാൻ പോകുന്ന 2 എപ്പിസോഡ്സിലെ സെൻട്രൽ ക്യാരക്ടർ ഇവിടെ എത്തുകയാണ്. അതായത് ഈ വിഭജിച്ച സാമ്രാജ്യത്തിൻ്റെ ഇടയിൽ നിന്നൊരു ചെറിയ കൊമ്പ് മുളച്ചു വരുന്നു എന്ന് പറയുന്നു. ഇതാരാണ് ഈ ചെറിയ കൊമ്പ്? ഈ അധ്യായം നമ്മൾ ഉടനീളം പരിശോധിക്കുകയാണെങ്കിൽ ചെറിയ കൊമ്പിനെ കുറിച്ചാണ് കൂടുതൽ പറഞ്ഞിട്ടുള്ളത്. അതെ. അപ്പോൾ ഈ ചെറിയ കൊമ്പെന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അതിൻ്റെ വിവരണത്തിൽ നിന്ന് ഇതൊരു ചെറിയ ശക്തിയാണ്, ഇതൊരു ചെറിയ രാജ്യമാണ്. പക്ഷേ അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ ദാനിയേൽ ഒരു ചോദ്യം വീണ്ടും ചോദിക്കുന്നു, അല്ലെങ്കിൽ ദാനിയേലിന് ഈ ഒരു ചെറിയ കൊമ്പിനെ കുറിച്ച് അറിയാനായിട്ട് ആഗ്രഹം വീണ്ടും കൂടി വരുന്നുണ്ട്. 20ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുകയാണ്, അതിൻ്റെ തലയിലുള്ള 10 കൊമ്പുകളെക്കുറിച്ച് മുളച്ചു വന്നതും 3 കൊമ്പ് വീഴ്ചതും കണ്ണു വമ്പ് പറയുന്നതും വായുള്ളതും കൂട്ടുകൊമ്പുകളെക്കാൾ കാഴ്ചയ്ക്ക് വണ്ണമേറിയതുമായ മറ്റേ കൊമ്പിനെ കുറിച്ചുള്ള വിവരം അറിയാനായിട്ട് ഞാൻ ഇച്ഛിച്ചു. അപ്പോൾ അവിടെ ഒരു ട്രാൻസിഷൻ വരുന്നുണ്ട്.
ആദ്യം ഒരു ചെറിയ കൊമ്പായിട്ട് പറയുമെങ്കിലും പിന്നെ അത് വണ്ണമേറിയ ഒരു കൊമ്പായിട്ട് അവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഇതിനൊരു ശക്തി പ്രാപിച്ചു വരുന്ന ഒരു വലിയൊരു ശക്തിയിലേക്ക് എത്തുന്ന ഒരു സാമ്രാജ്യം അല്ലെങ്കിൽ ഒരു ശക്തിയാണെന്നും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇനി അതിനെക്കുറിച്ച് നമ്മൾ ഒറ്റവാക്കിൽ ഉത്തരം പറയുന്നതിനേക്കാളും നമ്മൾ ഈ അധ്യായം പരിശോധിച്ചിട്ട് എന്തൊക്കെ സൂചന ചെറിയ കൊമ്പിനെ കുറിച്ച് കൊടുക്കുന്നുണ്ടോ അതെല്ലാം നമ്മൾ കൂട്ടിച്ചേർത്തിട്ട് വേണം ഇതിൻ്റെ ഉത്തരം കണ്ടെത്താനായിട്ട്. ഒരു കാര്യം മാത്രം പറയട്ടെ, ഈ ചെറിയ കൊമ്പ് ആരെന്നുള്ളതിന് ഇന്നും ക്രിസ്തീയ കോളത്തിൽ വലിയ തർക്കങ്ങളൊന്നുമില്ല. കാരണം എല്ലാവരും പറയുന്ന ഒരു കാര്യം നേരത്തെ മുന്നേ പറഞ്ഞതുപോലെ ഈ ചെറിയ കൊമ്പാണ് എതിർ ക്രിസ്തു എന്നും അല്ലെങ്കിൽ അന്തിക്രിസ്തു എന്ന് നമ്മൾ എതിർ ക്രിസ്തു എന്നോ അന്തിക്രിസ്തു എന്നോ പറയുന്ന ശക്തിയാണെന്നാണ് എതിർ കൊമ്പിനെ കുറിച്ച് വിവരിക്കുന്നത്. അപ്പം നമുക്ക് തുടർന്ന് പഠിക്കുമ്പോൾ തീർച്ചയായിട്ടും അതാരാണെന്ന് ചെറിയ കൊമ്പാണ് ആന്റി ക്രൈസ്റ്റ് എന്നാണ് ഇവിടെ പ്രിൻസ് പറയുന്നത്. എല്ലാവർക്കും അറിയാം. അതെ അതെ അതെ. അപ്പോൾ ഈ അതുപോലെ തന്നെ ഒരു വാക്ക് പറഞ്ഞു, ഒറ്റ ഒരു ക്യാരക്ടറിസ്റ്റിക് വെച്ചിട്ട് നമുക്കതിനെ ഇതാണെന്ന് ഒരാളെ അങ്ങനെ നമ്മൾ മുഖത്ത് കരിവാരി തേക്കുന്ന പോലെ പറയാനും പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതിന് എത്ര ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്? ഒരു ലിസ്റ്റ് പോലെ എന്തെങ്കിലും പറയാൻ പറ്റുമോ? നമ്മൾ ദാനിയേലിൻ്റെ 7ാമത്തെ അധ്യായത്തിൽ നോക്കുമ്പോൾ തന്നെ 11 ഐഡൻറ്റിഫൈയിങ് ക്യാരക്ടറിസ്റ്റിക്സ് പറയുന്നുണ്ട്. അതിലെ നമ്മൾ ആദ്യം തന്നെ കാണുന്നത് റോമൻ സാമ്രാജ്യത്തിൽ നിന്നും വരുന്നതാണ്. ദാനിയേലിൻ്റെ പുസ്തകത്തിലെ 7ാമത്തെ അധ്യായത്തിൽ 8ാമത്തെ വാക്യത്തിലാണ് കാണുന്നത്. കാരണം 4ാമത്തെ മൃഗമായ കോരവും ഭയങ്കരമായ മൃഗത്തിൽ നിന്നുമാണ് വരുന്നത്. അതിൻ്റെ അർത്ഥം എന്താ? റോമൻ സാമ്രാജ്യത്തിൽ നിന്നുമാണ് വരുന്നത്. രണ്ടാമത്തത് 10 കൊമ്പുകളുടെ ഇടയിൽ നിന്നുമാണല്ലോ വരുന്നത്. അതിൻ്റെ അർത്ഥം റോമൻ സാമ്രാജ്യം നേരത്തെ ബ്രദർ ജോണത്തൻ പറഞ്ഞു വിഭജിക്കപ്പെട്ടതിന് ശേഷം അതിൻ്റെ ഇടയിൽ നിന്നും വരുന്ന ഒരു രാജ്യമാണ്. അതും ഈ 8ാമത്തെ വാക്യത്തിൽ തന്നെ പറയുന്നുണ്ട്. അതുമാത്രമല്ല, അവിടെ ഒരു ക്ലൂവും കൂടെ കിട്ടുന്നുണ്ട്. ഈ 10 കൊമ്പുകൾ വന്നതിന് ശേഷമാണല്ലോ ഈ ചെറിയ കൊമ്പ് വരുന്നത്. ഈ 10 കൊമ്പുകളായിട്ട് വിഭജിക്കപ്പെട്ടത് 476 AD കൂടെയാണ്. അപ്പോൾ ഈ 10 കൊമ്പുകൾക്ക് ശേഷം വരുന്ന പറയുമ്പോൾ 476 AD ശേഷം വരുന്ന ഒരു രാജ്യമായിരിക്കണം. ഇപ്പൊ ജേക്കബ് എന്നാലും 3 പോയിന്റ് പറഞ്ഞു, ഞാനോട് ചേർക്കുകയാണ്. 4ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഇത് 3 കൊമ്പുകളെ പിഴുതു മാറ്റിക്കൊണ്ടാണ് ഇത് വരുന്നത്. അപ്പൊ നേരത്തെ വായിച്ചതാണ് കൊമ്പുകൾ രാജ്യങ്ങളാണ്. അപ്പൊ 3 രാജ്യങ്ങൾ വെട്ടിക്കൊണ്ടാണ്. അതേപോലെ ഈ കൊമ്പാണ് ചെറിയ കൊമ്പെന്നാണ് വിളിക്കുന്നത്. അതുകൊണ്ട് ഇത് ചെറിയൊരു സാമ്രാജ്യം തുടക്കത്തിൽ. പിന്നെ 6ാമതായി ഇതിന് മനുഷ്യന്റെ ഒരു കണ്ണുണ്ട്. അപ്പൊ ഒരു മനുഷ്യനാണ് ഇതിന്റെ അധിപതിയായിട്ട് വരുന്നത്. വീണ്ടും നമ്മളത് പരിശോധിക്കുമ്പോൾ വീണ്ടും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറേ സൂചനകൾ. അപ്പോൾ അതിൽ ദൈവത്തിനെതിരെ വമ്പ് പറയുന്ന ഒരു ശക്തിയായിട്ടാണ് പറയുന്നത്. അപ്പോൾ ആക്ച്വലി അത് ഭയങ്കര അതൊരു നോട്ടബിൾ ആയിട്ടുള്ള ഒരു പോയിന്റാണ്. ഇത് ദൈവത്തിനെതിരെ മറുതലിക്കുന്ന ഒരു വലിയ ശക്തിയാണ് എന്ന് മനസ്സിലാക്കാനായിട്ടാണ് 7ാമത്തെ അധ്യായം 8ാമത്തെ വാക്യത്തിൽ അത് കാണും. അതുപോലെ മറ്റ് കൊമ്പുകളിൽ നിന്ന് വ്യത്യസ്തനാണിത്. അപ്പോൾ മറ്റ് കൊമ്പുകൾ അല്ലെങ്കിൽ മറ്റ് രാഷ്ട്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി എന്തോ ഇതിനുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ട് 7ാമത്തെ വാക്യത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നു. അതുപോലെ തന്നെ ഇത് വിശുദ്ധന്മാർക്കെതിരെ യുദ്ധം ചെയ്ത് അവർ ജയിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ ജനം അല്ലെങ്കിൽ വിശുദ്ധന്മാർ അല്ലെങ്കിൽ സഭ എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ ദൈവത്തിൻ്റെ ജനത്തിനെതിരായിട്ട് യുദ്ധം ചെയ്ത് അവരെ പരാജയപ്പെടുന്നില്ല, അല്ലെങ്കിൽ ജയിക്കുന്ന ഒരു ശക്തിയായിട്ടും വിവരിക്കുന്നു. അപ്പോൾ ഈ സൂചനകളൊക്കെ നമ്മൾ ഇനിയുള്ള സൂചനകളും കൂടെ നമ്മൾ പരിശോധിക്കും. എന്തെങ്കിലും സൂചനകളുണ്ടോ? ഉണ്ട്. അതായത് ഇത് സമയങ്ങളെ നിയമങ്ങളെ മാറ്റാൻ ശ്രമിക്കുന്ന 7:25 പറയുന്നുണ്ട്. ദൈവത്തിന്റെ സമയങ്ങളെ നിയമങ്ങളെ. അതേ തന്നെ 7:25 പറയുന്നുണ്ട്. അത് ഒരു കാലവും ഇരുക്കാലവും അരക്കാലവും ഭരിക്കും എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ വേറെ അർത്ഥത്തിൽ പറഞ്ഞാൽ 1260 വർഷം. അത് നമ്മൾ അങ്ങോട്ട് പഠിക്കുന്നെങ്കിൽ അത് എങ്ങനെയായിരിക്കുന്നു. പക്ഷെ ഇത്രയും വർഷകാലം ഭരിക്കുന്ന ഒരു ശക്തി കൂടെ ആകുന്നു എന്നും നമുക്ക് തിരുവചനത്തിൽ നിന്ന് വായിക്കാൻ സാധിക്കും. 11 ക്യാരക്ടറിസ്റ്റിക്സ് ഇവിടെ നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ പ്രിൻസ് പറഞ്ഞു ചെറിയ കൊമ്പ് ആൻറ്റി ക്രൈസ്റ്റ് ആണെന്ന് പറഞ്ഞു. ആൻറ്റി ക്രൈസ്റ്റ് ആരാണെന്ന് നമ്മൾ ഇവിടെ വെളിപ്പെടുത്തിയിട്ടില്ല. ഓക്കെ, അൺമാസ്ക് ചെയ്യുന്നതിന് മുമ്പ് നമുക്കൊരു ചെറിയ ബ്രേക്ക് എടുക്കാം. നമുക്ക് ചർച്ച തുടരാം. സോ ഐഡൻറ്റിഫൈങ് ദി ആൻറ്റി ക്രൈസ്റ്റ്. ജേക്കബ്, നമ്മൾ ഏകദേശം 11 പോയിന്റ്സ് ലിസ്റ്റ് ചെയ്തു ഈ ബ്രേക്കിന് മുമ്പ്. ഓക്കെ, ഈ ഐഡൻറ്റിഫൈങ് ദി ആൻറ്റി ക്രൈസ്റ്റ് എന്ന് പറയുമ്പോൾ ആരാണ് ആൻറ്റി ക്രൈസ്റ്റ് എന്ന് ഇപ്പോൾ ഇവിടെ വെച്ച് പറയാൻ പറ്റുമോ? നമ്മുടെ ഈ മുഴുവൻ സീരീസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളിലൊന്നാണ്, ആരാണ് എതിർ ക്രിസ്തു? ക്രിസ്തുവിനെ നമ്മൾ അറിഞ്ഞു. എതിർ ക്രിസ്തു അല്ലെങ്കിൽ അന്തിക്രിസ്തു ആരെ തിരിച്ചറിഞ്ഞാലേ നമുക്ക് അവനിൽ നിന്നും മാറി നിൽക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ 11 ഐഡന്റിഫൈയിങ് ക്യാരക്ടറിസ്റ്റിക്സും മാച്ച് ചെയ്യുന്ന ഒരേ ഒരു ശക്തിയെ ചരിത്രത്തിലുള്ളൂ. ഓക്കെ, അത് ദ പേപ്പൽ പവർ അല്ലെങ്കിൽ റോമൻ കത്തോലിക്ക പ്രസ്ഥാനമാണ്. അതിലെ പോപ്പിൻ്റെ അധികാരമാണ്. ഇത് കേൾക്കുമ്പോൾ ഒത്തിരി പേരും ഞെട്ടിക്കാണും, കുറേ പേർക്ക് ചിലപ്പോൾ കേട്ടപ്പോൾ ഒരു വിഷമം വന്ന് കാണും. പക്ഷെ ഇത് നമ്മൾ നോക്കുമ്പോൾ ഇതൊരു സത്യമാണ്, നമുക്ക് മറച്ചു വയ്ക്കാൻ പറ്റാത്തൊരു സത്യമാണ്. അപ്പോൾ ഇത് പറയുമ്പോൾ ഒരിക്കലും ഇൻഡിവിജ്വൽ കാത്തലിക്സിനെ അല്ല ഉദ്ദേശിക്കുന്നത്. കാരണം ഇപ്പോൾ എൻ്റെ ഏറ്റവും വേണ്ടപ്പെട്ട ആൾക്കാർ മിക്കവരും കാത്തലിക്സാണ്. എൻ്റെ ബന്ധുക്കൾ എല്ലാവരും തന്നെ കാത്തലിക്സാണ്. അവരല്ല ആൻറ്റി ക്രൈസ്റ്റ്.
അല്ലെങ്കിൽ ഒത്തിരി നല്ല അച്ഛന്മാരും കന്യാസ്ത്രീമാരും ഒത്തിരി ആതുര സേവനം ചെയ്യണം നല്ല കത്തോലിക്കർ ഒത്തിരി പേരുണ്ട്. എന്നെക്കാളും നല്ല ആൾക്കാർ അവരെന്നാ ഞാൻ വിശ്വസിക്കുന്നു. അവരാരുമല്ല. ഇത് ഈ ഒരു സിസ്റ്റമാണ് ഇവിടെ ആൻറ്റി ക്രൈസ്റ്റ് അല്ലെങ്കിൽ എതിർ ക്രിസ്തു ആവുന്നത്. ഈ ഒരു കറപ്റ്റ് സിസ്റ്റത്തെയാണ് ബൈബിൾ എതിർ ക്രിസ്തു എന്ന് വിളിക്കുന്ന, വ്യക്തികളെ അല്ല. ഇതിൻ്റെ അകത്ത് ചില നല്ല അച്ഛന്മാരും കന്യാസ്ത്രീകളൊക്കെ നമ്മളെക്കാളും മുമ്പ് ചിലപ്പോൾ സ്വർഗത്തിലേക്ക് പോകുമായിരിക്കും. ഞാൻ അവരൊക്കെ സ്വർഗത്തിൽ പോകുന്ന വിശ്വസിക്കുന്നത് ശരിക്കും. അതെ, അതാണ്. അപ്പോൾ എനിക്കിത് വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യമായി ജേക്കബ്. നമ്മൾ ക്രിസ്ത്യൻസിൻ്റെ മദർ ചർച്ച് എന്ന് സ്വയം നമ്മൾ തന്നെ വിശേഷിപ്പിക്കുന്ന ഈ ഒരു സഭ എങ്ങനെ എതിർ ക്രിസ്തുവായി മാറി എന്നുള്ളതാണ്. എന്താ അതിനെക്കുറിച്ച് പറയാനുള്ളത്? ബൈബിളിൽ വളരെ വ്യക്തമാണ്. ഈ എതിർ ക്രിസ്തു വരുന്നത് ക്രിസ്ത്യാനികളുടെ ഇടയിൽ നിന്നുമാണ്, അല്ലാണ്ട് പുറത്തുനിന്ന് വരുന്ന ശക്തിയായിട്ടേ അല്ല. നമുക്കൊന്ന് നോക്കാം. 2 തെസ്സലോനിക്കർ എഴുതിയ ലേഖനം അതിൻ്റെ 2-ാമത്തെ അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം 3-ാമത്തെ വാക്യവും ഞാൻ വായിക്കാം. കർത്താവിൻ്റെ നാൾ അടുത്തിരിക്കുന്നു എന്ന് വെച്ച് നിങ്ങൾ വല്ല ആത്മാവിനാലോ വചനത്താലോ ഞങ്ങൾ എഴുതി എന്ന ഭാവത്തിലുള്ള ലേഖനത്താലോ സുബോധം വിട്ട് വേഗത്തിൽ ഇളകുകയും ഞെട്ടിപ്പോവുകയും അരുത്. അതായത് അന്ന് കാലത്ത് ഇവർ കർത്താവ് വേഗം വരുന്നു എന്ന് പറഞ്ഞാൽ അവർ ഇളകി പോകരുതെന്നാണ് പറയുന്നത്. കാരണം അതിന് ഒരു കാര്യം സംഭവിക്കാനുണ്ട്. അതെന്താണെന്നാണ് പൗലോസ് ഇനിയും പറയുന്നത്. ആരും ഏത് വിധേനയും നിങ്ങളെ ചതിക്കരുത്. ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കുകയും നാശയോഗ്യനും അധർമ്മമൂർത്തിയുമായവൻ വെളിപ്പെടുകയും വേണം എന്നാ. അതായത് നാശയോഗ്യന് അധർമ്മമൂർത്തി എന്ന് പറഞ്ഞാൽ എതിർ ക്രിസ്തു അല്ലെങ്കിൽ അന്തിക്രിസ്തുവിനെയാണ് സൂചിപ്പിക്കുന്നത്. വിശ്വാസത്യാഗം സംഭവിച്ചിട്ട് അതിൽ നിന്നും ഈ അധർമ്മമൂർത്തി വരണമെന്നാ. അല്ലാണ്ട് പുറത്തുനിന്ന് വന്ന് ആക്രമിക്കുന്നതിനെ കുറിച്ച് അല്ല പറയുന്നത്. അതായത് സഭയ്ക്കുള്ളിൽ ഒരു വിശ്വാസത്യാഗം ഉണ്ടാവും. ആ വിശ്വാസത്യാഗത്തിൽ നിന്നുമാണ് എതിർ ക്രിസ്തു വരുന്നത്, പുറത്തുനിന്നുള്ള ശക്തിയല്ല. അപ്പോൾ വളരെ ക്ലിയർ. യോഹന്നാന്റെ 2-ാമത്തെ ലേഖനത്തിൽ 1-ാമത്തെ ലേഖനത്തിന്റെ 2-ാമത്തെ അധ്യായത്തിൽ ഇങ്ങനെ വായിക്കുന്നു. കുഞ്ഞുങ്ങളെ, 18-ാമത്തെ വാക്യമാണ് ഞാൻ വായിക്കുന്നത്. കുഞ്ഞുങ്ങളെ, ഇത് അന്ത്യനാഴികയാകുന്നു. എതിർ ക്രിസ്തു വരുന്നതെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നിട്ട് അടുത്ത വാക്യത്തിൽ പറയാം, അവർ നമ്മുടെ ഇടയിൽ നിന്നും പുറപ്പെട്ട് എങ്കിലും നമുക്കുള്ളവർ ആയിരുന്നില്ല എന്ന്. അപ്പൊ എതിർ ക്രിസ്തു ആരുടെ ഇടയിൽ നിന്നാ? നമ്മുടെ ഇടയിൽ നിന്നും. അന്നത്തെ ആദ്യ നൂറ്റാണ്ടിലെ സഭയിൽ നിന്നും തന്നെ ഉടനെ തന്നെ വരാൻ പോകുന്നത്. അല്ലാണ്ട് ഇത് ഭാവിയിൽ ഒത്തിരി നാൾക്ക് ശേഷം വരുന്ന ഒരു ശക്തിയെ കുറിച്ചല്ല. അധികം വൈകാണ്ട് ഞങ്ങളുടെയൊക്കെ കാലം കഴിയുമ്പോൾ തന്നെ വരുന്നെന്നാണ് ഇവരൊക്കെ പറയുന്നത്. അപ്പൊ അത്ര ക്ലിയർ ആയി ഒരു ടോപ്പിക്ക്. അത് മാത്രമല്ല, ഈ അന്തിക്രിസ്തു എന്ന് പറയുമ്പോൾ തന്നെ ആൾക്കാർക്ക് ചെറിയ തെറ്റിദ്ധാരണയുണ്ട്, ഇത് ക്രിസ്തുവിനെ എതിർക്കുന്ന ശക്തിയാണെന്ന്. പക്ഷെ യഥാർത്ഥത്തിൽ ഈ ആന്റിക്രിസ്റ്റ് എന്ന വാക്ക് ക്രിസ്തുവിന്റെ സ്ഥാനത്ത് ഈ ഭൂമി ഇരിക്കുന്നത്. അത് നമ്മൾ മറക്കാൻ പാടില്ല. ഇത് ഫസ്റ്റ് സെഞ്ചുറിയിൽ തന്നെ തുടങ്ങിയ ഒരു സഭയാണ് ശരിക്കും, അല്ലേ? അപ്പോൾ നമ്മൾ ഏകദേശം 11 പോയിന്റ്സ് ഡിസ്കസ് ചെയ്തു. ജോണത്തൻ, അപ്പോൾ നമ്മൾ റോമൻ കാത്തലിക് ചർച്ച് തന്നെയാണ് ആൻറ്റി ക്രൈസ്റ്റ് എന്ന് വീണ്ടും വീണ്ടും നമ്മൾ പറയുകയാണ്. ഇതിന് തൊട്ട് മുമ്പ് നമ്മൾ ഓൾമോസ്റ്റ് 11 ക്യാരക്ടറിസ്റ്റിക്സ് ലിസ്റ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഈ റോമൻ കാത്തലിക് ചർച്ചിന് ഈ 11 ക്യാരക്ടറിസ്റ്റിക്സ് മാച്ച് ചെയ്യുമോ നമ്മൾ നോക്കണ്ടേ? അപ്പോൾ ആദ്യത്തെ 3 പോയിന്റ്സ് ആയിട്ട് പറഞ്ഞതുണ്ട്. അതായത് ഈ റോമൻ ബീസ്റ്റിൻ്റെ തലയിൽ നിന്ന് വരുന്നു, 10 കൊമ്പുകൾ എസ്റ്റാബ്ലിഷ് ആയതിനു ശേഷം വരുന്നു, അതിൻ്റെ ഇടയിൽ നിന്ന് വരുന്നു എന്നൊക്കെ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആ ഫുൾഫിൽമെൻ്റ് എങ്ങനെയാണെന്നൊന്ന് ഞങ്ങൾക്ക് പറഞ്ഞുതരാൻ പറ്റുമോ? തീർച്ചയായിട്ടും. അപ്പോൾ ഇത് ഈ 4-ാമത്തെ വ്യത്യസ്തമായ മൃഗത്തിൽ നിന്നാണ് ചെറിയ കൊമ്പ് വരുന്നത് തന്നെ. അതുകൊണ്ട് തന്നെ ഇത് റോമൻ എംപയറിൽ നിന്ന് വരുന്ന ശക്തിയായിരിക്കണം. ഈ റോമൻ എംപയർ ആദ്യം ക്രിസ്ത്യാനികൾ ഉപദ്രവിച്ചുകൊണ്ടിരുന്ന ശക്തിയാണെങ്കിൽ പോലും ഡയോക്ലീഷ്യന്റെ കാലഘട്ടം വരെ, അതിന് കോൺസ്റ്റാന്റിന്റെ കൺവേർഷന് ശേഷം അത് അവരുടെ ഔദ്യോഗിക മതമാക്കി മാറ്റി. അപ്പോഴുള്ള അവിടുത്തെ പ്രീസ്റ്റ് അല്ലെങ്കിൽ പുരോഹിതന്മാർക്ക് ഉണ്ടായിരുന്ന ഒരു ടൈറ്റിൽ ഉണ്ട്, അതാണ് പോണ്ടിഫെക്സ് മാക്സിമസ്. പക്ഷെ പിന്നെ ഓരോ രാജാക്കന്മാർ എന്ത് ചെയ്യാൻ തുടങ്ങി, ആ ടൈറ്റിൽ അവർക്ക് എടുക്കാൻ തുടങ്ങി. പ്രത്യേകിച്ച് ഈ ബിസാന്റിയൻ എംപയർ ഒക്കെ വരുന്ന അല്ലെങ്കിൽ ഈസ്റ്റേൺ റോമൻ എംപയർ വരുന്ന സമയത്ത് അവരെന്ത് ചെയ്തു, ചർച്ചിന്റെ കാര്യത്തിലേക്ക് കയറ്റാൻ തുടങ്ങി. പക്ഷേ കാലം കഴിഞ്ഞപ്പോൾ ഇതേ ടൈറ്റിൽ ഇപ്പോഴത്തെ പോപ്പുമാർ എടുത്തു തുടങ്ങി. റോമൻ കാത്തലിക് ചർച്ചിലെ പോപ്പുമാർ എടുക്കാൻ തുടങ്ങി. അതേപോലെ ഈ റോമൻ എംപയറിന്റെ ഒരു വലിയൊരു ഭാഷയാണ് ലത്തീൻ. നമുക്കറിയാം റോമൻ കാത്തലിക് ചർച്ചിന്റെ ഇത് ബൈബിൾ തന്നെയല്ല, അവരുടെ മെയിൻ ബൈബിൾ ആദ്യ കാലങ്ങളിൽ അത് ലത്തീൻ ഭാഷയിൽ മാത്രം തന്നെ ആകണം അവർക്ക് ഭാഷയുണ്ടായിരുന്നു. വേറെ ലാംഗ്വേജിൽ നമ്മൾ ട്രാൻസ്ലേറ്റ് പോലും ചെയ്തില്ലായിരുന്നു. അപ്പൊ ലത്തീൻ അതിന്റെ ഒരു ഭാഗമായിട്ട് നമുക്ക് കാണാൻ സാധിച്ചു. അതുകൊണ്ട് തന്നെ ഇത് റോമൻ സാമ്രാജ്യത്തിന് തുടർച്ചയായിട്ട് വന്നതാണ് നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നു. പിന്നെ അതേപോലെ ഇത് എവിടെ നിന്ന് വരുന്നു എന്ന് പറഞ്ഞാൽ ഈ 10 കൊമ്പുകളുടെ ഇടയിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ഈ ശക്തി സ്ഥിതി ചെയ്യുന്നത് യൂറോപ്യൻ കോണ്ടിനെന്റിൽ തന്നെ ആയിരിക്കണം. നമുക്കറിയാം ഈ പേപ്പേഴ്സ് ഇരിക്കുന്ന അത് വത്തിക്കാനിലാണ്. ആ വത്തിക്കാൻ വരുന്നത് തന്നെ എവിടെ നിന്നാണ്? യൂറോപ്പിൽ നിന്നാണ്. പിന്നെ 3-ാമത്തെ പോയിന്റ്, ഇത് വരേണ്ടത് 476 AD ശേഷമാണ്. കാരണം എന്താണ്, വിഭജിക്കപ്പെട്ട 10 കൊമ്പുകളിൽ നിന്നാണ് വരുന്നത്. നമുക്കറിയാം വെസ്റ്റേൺ റോമൻ എംപയർ വിഭജിക്കപ്പെടുന്നത് എപ്പോഴാണ്?
476 AD ഈ 476 AD ഇത് വരുന്നു. നമ്മൾ സമയം നോക്കുകയാണെങ്കിൽ 508 ഈ 10 വിഭജിക്കപ്പെട്ട ഈ റോമൻ സാമ്രാജ്യത്തിൽ മെയിൻ ആയിട്ടുള്ള മതം ഒന്ന് ഏരിയനിസമാണ്. ക്രിസ്തു ദൈവമല്ല എന്ന് വിശ്വസിക്കുന്നു. പക്ഷെ ക്ലോവിസിന്റെ കൺവേർഷന് ശേഷം എന്ത് ചെയ്തു? പലരും ഇതിലേക്ക് വന്നു തുടങ്ങി. അപ്പൊ എന്ന് കാത്തലിക് വിശ്വാസം അങ്ങനെ പടരുകയായിരുന്നു. ഏറ്റവും അവസാന ശത്രുവായ ഓസ്റ്റോഗോത്സിനെ 538 വീഴ്ത്തിയതോടെ അവർ പരമാധികാരത്തിലേക്ക് പോകുന്നതിന് കാണുന്നത്. അപ്പൊ 476 ശേഷം തന്നെയാണ് ഇത് അതിന്റെ ശക്തിയുടെ അത്യുന്നതിയിൽ എത്തിയത്. ഓക്കെ ജോണതൻ ഇപ്പോൾ പറഞ്ഞ ഏറ്റവും അവസാനത്തെ ശക്തിയെ വീഴ്ത്തി എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു ക്യാരക്ടറിസ്റ്റിക് ആയിട്ട് പറയുന്നത് 3 കൊമ്പുകളെ പിഴുതെറിഞ്ഞുകൊണ്ടാണ് ഇത് എസ്റ്റാബ്ലിഷ്ഡ് ആവുന്നത് എന്നുള്ളതാണ് ജേക്കബ്. അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഈ ഒരു ശക്തിയുടെ പ്രത്യേകത, ആ ചെറിയ കൊമ്പ് മുളച്ചു വരുമ്പോൾ 3 കൊമ്പുകളെ പിഴുതെറിയുന്ന നമ്മൾ വായിച്ചത്. അപ്പം നമ്മൾ നോക്കുമ്പോഴത്തേക്കും ആ ഒരു കാലഘട്ടത്തിൽ ഒരു സൈഡിൽ റോമനിസം വളർന്നു വന്നിരിക്കുന്നു, മറുവശത്ത് ഏരിയനിസം. ഇവർ തമ്മിലുള്ള ഒരു കോർക്കലാണ് അവിടെ കാണുന്നത്. അപ്പോൾ ഈ മിക്ക അവിടുത്തെ പ്രദേശത്തുള്ള രാജ്യങ്ങളൊക്കെയും റോമനിസത്തിന് വിധേയപ്പെടുകയും അപ്പോൾ അതിനെതിരെ നിന്ന 3 രാജ്യങ്ങളുണ്ട്, അല്ലെങ്കിൽ 3 കൂട്ടരുണ്ട്. ഹെറുലി, വാൻഡൽസ്, ഓസ്ട്രോഗോത്സ്. അവർ 3 ഏരിയനിസത്തിന്, അല്ലെങ്കിൽ ക്രിസ്തു ദൈവമല്ല എന്നുള്ള വിശ്വാസത്തിന് വേണ്ടിയിട്ട് അതിൻ്റെ ഫോളോവേഴ്സ് ആയിരുന്നു. അപ്പോൾ അതിൽ ഓരോരുത്തരെ വീതമായിട്ട് ഇവർ മറ്റ് പൊളിറ്റിക്കൽ പവറും മിലിറ്ററി പവറും ഉപയോഗിച്ച് കീഴ്പ്പെടുത്തുകയും അവസാനം 538 AD ഓസ്ട്രോഗോത്സിനെ കീഴ്പ്പെടുത്തിക്കൊണ്ട് അവരെ വെസ്റ്റേൺ യൂറോപ്പിലെ ആ പരമാധികാരികളായി മാറി. അവർക്കാണ് ബാക്കി എല്ലാവരും വിധേയപ്പെടുത്തുന്നത്. അപ്പോൾ അതാണ് നമ്മൾ കാണുന്നത്. നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ചെറിയ ഇടവേള. ചർച്ചയിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ ഏകദേശം 4 ഐഡന്റിഫൈയിങ് ക്യാരക്ടേഴ്സിനെ കുറിച്ച് ചർച്ച ചെയ്തു. ഓക്കെ, അപ്പം 5-മത്തത് ഇതൊരു ചെറിയ കൊമ്പ് അല്ലെങ്കിൽ ഒരു ലിറ്റിൽ കിങ്ഡം ആണെന്ന് പറയുന്നു. അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് പ്രിൻസ്? നമ്മൾ ഏകദേശം ഈ സൂചനകളെല്ലാം കണ്ടിട്ട് നമ്മളൊരു കൺക്ലൂഷനിൽ എത്തിയിട്ടുണ്ട്. ഇതെല്ലാം മാച്ച് ചെയ്യുന്നതുകൊണ്ട് വീണ്ടും നമ്മൾ നോക്കുക. അപ്പോൾ ഈ ഒരു ചെറിയ കൊമ്പ് എന്ന് പറയുന്ന പോലെ ഒരു ചെറിയ ഒരു രാഷ്ട്രമാണ് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഈ കാണുമ്പോൾ ഈ റോമൻ കാത്തലിക് ചർച്ച് എന്ന് പറയുന്ന അതിൻ്റെ ഒരു ആസ്ഥാനം എന്ന് പറയുന്നത് ശരിക്കും വത്തിക്കാൻ സിറ്റിയാണ്. അപ്പോൾ അവിടെയാണ് ഒരു എന്താ പറയുന്ന മുസ്ലിങ്ങൾക്ക് മെക്ക എന്ന് പറയുന്ന പോലെ ക്രിസ്ത്യാനികൾക്കൊരു പിൽഗ്രിമേജ് സെൻറ്റർ അത് തന്നെയാണ്. പക്ഷേ ഇത് ലോകത്തിലെ ഏറ്റവും ചെറിയ രാഷ്ട്രമാണ്, ഏറ്റവും ചെറിയ ഇതാണ്. അതുപോലെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ളൊരു രാഷ്ട്രമാണ്. അപ്പോൾ അതിലെ പോലീസും അല്ലെങ്കിൽ ഭരണാധികാരിയും റിലീജിയസ് ലീഡറും എല്ലാം അതിൻ്റെ തലവനായിട്ടുള്ള പോപ്പാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അത് റൈറ്റ്ലി ഐഡൻറ്റിഫൈ ചെയ്തിരിക്കുകയാണ്. ഒരു ലിറ്റിൽ ഹോൺ ആണ്, അത് ചെറിയ ഒരു കൊമ്പാണെന്നാണ് റൈറ്റ്ലി ഐഡൻറ്റിഫൈ. ഈവൻ നമ്മുടെ മിഡിൽ ഏജസിലൊക്കെ പോലും അന്ന് ഇവർ ഇതിനേലും വലുതാണ്, അപ്പോഴും ചെറിയ രാജ്യമാണ്. പക്ഷേ മറ്റ് രാജ്യങ്ങളുടെ ഒക്കെ മുകളിൽ അവർക്ക് അപ്പോഴും ആധിപത്യമാണ്. അപ്പോൾ നമ്മൾ ഒരു കുഞ്ഞു രാജ്യത്തിന് ഇത്രയും പേരുടെ മുകളിൽ ആധിപത്യം വരുമ്പോൾ അതൊരു ക്ലിയർ ഐഡന്റിഫൈങ് മാർക്കാണ്. അപ്പോൾ ജോണത്തൻ, ഞാനിങ്ങനെ ആലോചിക്കണം, ഇതിപ്പോൾ ഒരു സഭയല്ലേ, ഒരു റിലീജിയസ് ബോഡി. അപ്പോൾ ഇങ്ങനെ ഒരു രാഷ്ട്രം എന്നൊക്കെ ഇതിനെ വിളിക്കുന്നതെന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇത് നേരത്തെ നമ്മളൊരു ഐഡൻറ്റിഫൈങ് ക്യാരക്ടറായിട്ട് പറഞ്ഞു ഇതൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു കിങ്ഡം ആണെന്ന് പറഞ്ഞു. ഇതൊക്കെ എങ്ങനെ കൂട്ടി ചേർത്തൊരു എക്സ്പ്ലനേഷനിലേക്ക് എത്താൻ പറ്റും? ദാനിയേലിന്റെ പ്രവചനം 7-ാം അധ്യായം 19-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, എന്നാൽ മറ്റ് സകല മൃഗങ്ങളിലും വെച്ച് വ്യത്യാസമുള്ളൂ. അപ്പോൾ ബാക്കിയുള്ള ഈ കൊമ്പുകളെല്ലാം ഇറ്റ്സ് പ്യൂർലി പൊളിറ്റിക്കൽ പവറാണ്. പക്ഷെ ഈ ശക്തിയിലേക്ക് അത് വരുമ്പോൾ ഈ റോമൻ ആദ്യം പറഞ്ഞതുപോലെ അടുത്ത രാജാക്കന്മാർ എന്ത് ചെയ്തു? ഈ റിലീജിയസ് പെറഗേറ്റീവായിട്ട് അല്ലെങ്കിൽ ആത്മീയമായിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെടാനും ആ പോപ്പുമാരെ നിയമിക്കാനും അവരെ മാറ്റുവാനും ഉള്ള എല്ലാ തീരുമാനവും എടുത്തു തുടങ്ങി. പിന്നെ 538 ശേഷം എന്ത് ചെയ്തു? ഈ പോപ്പുമാർ എന്ത് ചെയ്തു? ഈ രാഷ്ട്രീയ ശക്തി, അപ്പൊ ചർച്ചിന്റെയും സ്റ്റേറ്റിന്റെയും ഒരു യൂണിയനാണ് നമുക്കിത് കാണാൻ സാധിക്കും. അതാണ് ഈ ചെറിയ കൊമ്പ്, യൂണിയൻ ഓഫ് ചർച്ച് ആൻഡ് സ്റ്റേറ്റ് ആണ്. കാരണം ഈ സാധാരണ സഭയ്ക്ക് ഇതിന്റെ ആവശ്യമില്ല. പക്ഷെ സഭ എപ്പോഴും ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നോ അപ്പോൾ അതിന്റെ ഭക്തിയും അതിന്റെ ദൈവത്തിന്റെ ശക്തിയെല്ലാം സഭയ്ക്ക് നഷ്ടമാകുന്നു. അതിനെ ഓവർകം ചെയ്യാൻ, അതിന് പകരം വെക്കാൻ അവർ എന്ത് ചെയ്യുന്നു? അവർ രാഷ്ട്രീയ ശക്തി അവർ എടുക്കുകയാണ്. പക്ഷെ ഇത് എപ്പോഴെല്ലാം സംഭവിക്കുമോ അവിടെയെല്ലാം പെർസിക്യൂഷൻ നടന്നിട്ടുണ്ട്. നമ്മുടെ കർത്താവ് യേശുക്രിസ്തു കൊന്നത് റോമശക്തിയാണെങ്കിലും അതിന്റെ പിന്നിൽ ഒരു സഭ ഉണ്ടായിരുന്നു, അത് യഹൂദന്മാരാണ്. പക്ഷേ ഈ യൂണിയൻ ഓഫ് ചർച്ച് ആൻഡ് സ്റ്റേറ്റ് ഒരിടത്തെ കൃത്യമായി നടക്കാൻ സാധിക്കും, അത് സ്വർഗത്തിലാണ്, അത് ക്രിസ്തുവിനാണ്. അതുകൊണ്ടാണ് ക്രിസ്തുവിനെ കർത്താവ് രാജാതി പൊളിറ്റിക്കലാണ്, കർത്താതി കർത്താവ് സ്പിരിച്വൽ. അപ്പൊ ക്രിസ്തുവിൽ മാത്രമേ ഇത് യഥാർത്ഥത്തിൽ സംഭവിക്കാനും സാധിക്കൂ. അതുപോലെ തന്നെ ഈ ശക്തിക്കൊരു ഈ ലിറ്റിൽ ഹോണിന് ഒരു കണ്ണ് കൊടുത്തിട്ട് ഐസ് ഓഫ് എ മാൻ കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നു. അതെന്തിനെ കുറിച്ചാണ്? ആക്ച്വലി നമ്മൾ മറ്റേ കൊമ്പുകളൊക്കെ പരിശോധിക്കുമ്പോൾ അങ്ങനെ ഒരു ഫീച്ചർ നമ്മൾ കാണുന്നില്ല. പ്രത്യേകിച്ച് ഇതിന് വമ്പ് പറയുന്ന ഒരു വായുണ്ട്, അതുപോലെ തന്നെ മനുഷ്യനുള്ളതുപോലെ കണ്ണുണ്ട് പറയുന്നു. അപ്പോൾ ഇതിൻ്റെ സെൻട്രൽ ഇതിനെ നയിക്കാനായിട്ട് അല്ലെങ്കിൽ ഡയറക്റ്റ് ചെയ്യാനായിട്ട്
ഒരു മനുഷ്യനുണ്ട്, അല്ലെങ്കിൽ ഒരു ഒരു സിംപ്ലി ഒരു രാഷ്ട്രത്തിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ മാത്രമല്ല, അതൊരു ഇൻ്റലക്ച്വൽ പവറാണെന്ന് കാണിക്കാൻ വേണ്ടി മാത്രം. അപ്പോൾ ഈ ഐസ് എന്ന് പറയുമ്പോൾ പ്രൊഫസറിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും, അത് ഇൻ്റലക്ട് അല്ലെങ്കിൽ ബുദ്ധിയെ കുറെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതൊരു ബുദ്ധിപരമായിട്ടുള്ള കാര്യങ്ങൾ തന്ത്രപരമായിട്ടും നയിക്കുന്ന ഒരു ശക്തിയും കൂടിയാണ്. വെറുതെ കേവലം ഒരു രാഷ്ട്രമല്ല, അത് വളരെ ബുദ്ധിപരമായിട്ട് തന്ത്രപരമായിട്ട് മറ്റുള്ള രാഷ്ട്രങ്ങളെല്ലാം നയിക്കുന്ന ഒരു ശക്തിയും കൂടിയാണെന്നാണ്. ഓക്കെ 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 അപ്പോൾ ഇതിൻ്റെ ആ ഒരു തലപ്പത്തൊരാളുണ്ട് എന്നുള്ളത് ഒരു ആസ്പെക്റ്റാണ് അല്ലേ, പോപ്പ് ഉണ്ടെന്നുള്ളതും പറയുന്നു അല്ലേ. അതുപോലെ തന്നെ ഇപ്പോൾ പ്രിൻസ് ജസ്റ്റ് പറഞ്ഞു ഒരു വമ്പ് പറയുന്ന വായുണ്ടെന്ന്. അപ്പം അത് എന്തിനാണ് സൂചിപ്പിക്കുന്നത്? ബ്ലാസ്ഫെമി എങ്ങനെയാണ്, ഈ സഭ തന്നെ എങ്ങനെയാണ് ബ്ലാസ്ഫെമി ചെയ്യുന്നത്? അത് വളരെ ഐറോണിക് അല്ലേ. അതെ, അതായത് നമ്മൾ ദാനിയേൽ പുസ്തകത്തിന് 7-ാമത്തെ അധ്യായത്തിൽ വ്യക്തമായി പറയുന്നത് ദൈവത്തിനെതിരെ വമ്പ് പറയുന്ന. അപ്പം നമ്മൾ സഭയുടെ ചരിത്രം പഠിക്കുമ്പോൾ ഇതിനിപ്പോൾ ഇങ്ങനെ ഇത് രഹസ്യമായ കാര്യങ്ങളൊന്നുമല്ല, ഒത്തിരി സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് ദൈവത്തിനെതിരെ വമ്പ് പറയുന്നത്. ഞാൻ പെട്ടെന്ന് 1-2 സ്റ്റേറ്റ്മെൻറ്റ്സ് എങ്കിലും പെട്ടെന്ന് പറയും. ഇപ്പോൾ പോപ്പ് പയസ് അഞ്ചാമൻ്റെ ഒരു കോട്ട ബാർക്ലേ എന്ന് പറഞ്ഞ പുസ്തകത്തിൻ്റെ അതിൻ്റെ 27-ാമത്തെ അധ്യായം പേജ് 218. ഞാൻ പറയാൻ കാരണം ഇതൊക്കെ ഒറിജിനൽ പുസ്തകങ്ങൾ ഉള്ളതാ, കേൾക്കുന്നവർക്ക് ചെക്ക് ചെയ്യാൻ വേണമെങ്കിൽ. ദ പോപ്പ് ആൻഡ് ഗോഡ് ആർ ദ സെയിം, സോ ഹി ഹാസ് ഓൾ പവർ ഇൻ ഹെവൻ ആൻഡ് എർത്ത്. മാർപ്പാപ്പയും ദൈവവും ഒന്നാണ്, അതുകൊണ്ട് അവന് ഭൂമിയിലും സ്വർഗത്തിലും അധികാരമുണ്ട്. അത്രയും ഇതാ സ്വർഗത്തിൽ അധികാരമുണ്ടെന്ന് പറയുന്നു. അതാ വലിയൊരു ദൈവദൂഷണ. അതുപോലെ തന്നെ ഞാൻ ഒരു വളരെ ഫേമസ് ഒരു പണ്ട് കാലത്തെ ഒരു ഫേമസ് ബുക്കാണ് ഫെറാറീസ് എക്ലീസിയാസ്റ്റിക്കൽ ഡിക്ഷണറി എന്ന് പറയും. അത് കാത്തലിക് എൻസൈക്ലോപ്പീഡിയ ഒഫീഷ്യലി ഇതിൻ്റെ വൺ ഓഫ് ദ ഡിക്ഷണറീസ് ആയിട്ട് അവർ അംഗീകരിച്ചിരിക്കുന്ന ഒരു പുസ്തകം. അത് ലൂയി ഫെറാറി എന്ന് പറഞ്ഞൊരു ഫ്രാൻസിസ്കൻ മങ്കാണ് ഇത് എഴുതിയിരിക്കുന്നത്. കാനൻ ലോയിലൊക്കെ എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരാൾ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കൊട്ടേഷൻ അതിൻ്റെ അകത്ത്, ദ പോപ്പ് ഇസ് ഓഫ് സോ ഗ്രേറ്റ് ഡിഗ്നിറ്റി ആൻഡ് സോ എക്സോൾട്ടഡ് ദാറ്റ് ഹി ഈസ് നോട്ട് എ മിയർ മാൻ ബട്ട് ആസ് ഇറ്റ് വേർ ഗോഡ് ആൻഡ് ദ വികാർ ഓഫ് ഗോഡ്. മാർപ്പാപ്പ എന്ന് പറയുമ്പോൾ അത്രത്തോളം ബഹുമാനവും ഉയർന്നതുമായ ഒരാളാണ്. അവൻ വെറും ഒരു മനുഷ്യനല്ല, അവൻ ദൈവത്തെ പോലെയാണ്, ദൈവത്തിൻ്റെ പ്രതിപുരുഷനാണ്. ഇതുപോലെ ഒത്തിരി നമുക്ക് കൊട്ടേഷൻസ് ഉണ്ട്. ഇപ്പം ഞാനത് പറഞ്ഞിപ്പോൾ സമയങ്ങളെ ഇപ്പം നമ്മളൊരു ഒരു ഒരു സഭയ്ക്കകത്ത് ഇരിക്കുന്നൊരു വിശ്വാസിയുടെ മനസ്സിലേക്ക് ചിന്തിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കാര്യം കൂടെ പറയാം. നമ്മൾ ഓരോ പ്രാവശ്യവും ബൈബിൾ ഒരിടത്ത് പോലും എഴുതിയിട്ടില്ല നമ്മുടെ തെറ്റുകളെ വേറൊരാളുടെ അടുത്ത് പോയി നമ്മൾ പറയണം. അവരോട് തെറ്റ് ചെയ്തെങ്കിൽ അവരോട് നമ്മൾ ക്ഷമ വയ്ക്കണം, അങ്ങനെ ഏറ്റു പറയണം. പക്ഷേ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ദൈവത്തോട് മാത്രം പറയണം നമ്മുടെ ഏറ്റവും രഹസ്യമായ പാപങ്ങളെ നമ്മൾ കുമ്പസാരക്കൂട്ടിൽ പോയി പറയുകയാണ്. അപ്പോൾ അവിടെ വ്യക്തമായി ചർച്ചിൻ്റെ ടീച്ചിങ് എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ ഫോർഗീവ്നെസ് അച്ഛന്മാരിലൂടെ ജനങ്ങൾക്ക് കൊടുക്കാൻ അച്ഛന്മാർക്ക് ഫോർഗീവ്നെസ്സിൻ്റെ അധികാരമുണ്ട്, പോപ്പിന് ഫോർഗീവ്നെസ്സിൻ്റെ അധികാരമുണ്ട്. പക്ഷേ ബൈബിളിൽ യേശു ഒരിക്കൽ ഒരാളെ സുഖപ്പെടുത്തിയിട്ട് പറഞ്ഞു നിന്റെ പാപം ക്ഷമിച്ചെന്ന് പറഞ്ഞു. അപ്പോഴേ അവർ പറഞ്ഞു നീ ദൈവദൂഷണം പറഞ്ഞു. കാരണം ബൈബിൾ തത്വം പ്രകാരം മനുഷ്യരാരെങ്കിലും വേറൊരാളുടെ പാപത്തെ മോചിപ്പിക്കുകയാണെങ്കിൽ അത് ദൈവദൂഷണമാണ്. ഇങ്ങനെ ഒത്തിരി പ്രൂഫ്സ് ഉണ്ട്. ഞാൻ ജസ്റ്റ് പെട്ടെന്ന് ഒരു കണക്ഷനാണ് ജേക്കബ് പറഞ്ഞത്. അതുപോലെ തന്നെ നമ്മളൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആയിട്ട് കാണുന്നത് സമയങ്ങളെയും കാലങ്ങളെയും മാറ്റാൻ പറ്റുന്നു, അതുപോലെ ദൈവത്തിൻ്റെ നിയമത്തെയും ചേഞ്ച് ചെയ്യാൻ പറ്റുമെന്നൊക്കെ പറയുന്നു ജോണത്തിന്. അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ദാനിയേൽ 9:25 നമുക്ക് വായിക്കും സമയങ്ങളെ നിയമങ്ങളെ മാറ്റാൻ ശ്രമിക്കുന്നത്. നമുക്കറിയാം, നമുക്ക് പുറപ്പാട് 20 നമുക്ക് ദൈവത്തിന്റെ 10 കൽപ്പനയുണ്ട്. അതിൽ 1-ാമത്തെ കൽപ്പന ഞാൻ അല്ലാതെ അന്യദൈവം നിങ്ങൾക്ക് ഉണ്ടാക്കുന്നതാണ്. 2-ാമത്തെ കൽപ്പന ഒന്നിന്റെ വിഗ്രഹം ഉണ്ടാക്കരുത്. ഈ സഭ എന്താണ് ചെയ്തത്? ഈ 1-ാമത്തെയും 2-ാമത്തെയും കൽപ്പന അവർ എന്ത് ചെയ്തു? ഒന്നിച്ചു. ഇത് എന്തുകൊണ്ട് അവർ ചെയ്തെന്ന് വിചാരിച്ചാൽ അവരുടെ ഭാഗത്ത് എന്തുണ്ട്? വിഗ്രഹാരാധനയുണ്ട്. അവർ എല്ലാത്തിന്റെയും വിഗ്രഹങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതോടൊപ്പം അവർ വിശുദ്ധന്മാരെയും പ്രാർത്ഥിക്കുന്നുണ്ട്, ആരാധിക്കുന്നുണ്ട്, മരിച്ചുപോയ മനുഷ്യരെ വിശുദ്ധന്മാരായിട്ട്. അപ്പൊ ഇവർ പറയുന്ന എക്സ്പ്ലനേഷൻ ഈ 1-ാമത്തെയും 2-ാമത്തെയും കൽപ്പന മിക്സ് ചെയ്തിട്ട് പറയുന്നു വേറെ ഒന്നിന്റെയും വിഗ്രഹങ്ങൾ ഉണ്ടാക്കില്ല, വേറെ സാധനങ്ങൾ ദൈവത്തിന്റെ വിഗ്രഹങ്ങൾ ഉണ്ടാക്കാം, അതിനെ ആരാധിക്കാം. അതേപോലെ ഈ വിശുദ്ധന്മാരെ നമ്മൾ ആരാധിക്കുകയല്ല, അവരോട് നമ്മൾ അപേക്ഷിക്കുകയാണ്, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതുകൊണ്ട് അവർ പറയണം നമ്മൾ കൽപ്പന ലംഘിക്കുന്നില്ല, അത് ശരിയായിട്ടുള്ള കാര്യമാണ്. പിന്നെ അവർ ഈ സമയവും നിയമവും, സമയത്തെയും നിയമത്തിനും ഇംഗ്ലീഷിൽ ടൈം ആൻഡ് ലോ എന്നാണ്. അപ്പൊ അതേപോലെ ബന്ധമുണ്ട്. 4-ാമത്തെ കൽപ്പനയ്ക്കാണ് ഈ ബന്ധം. കാരണം 6 ദിവസം കൊണ്ട് ദൈവം സൃഷ്ടിച്ചുണ്ടാക്കി, 7-ാം ദിവസം അവൻ നിവൃത്തനായെന്നാണ്. അത് ശനിയാഴ്ചയാണ് ആ വിശുദ്ധ ശബ്ദം വരുന്നത്. അവരെന്ത് ചെയ്ത് കൽപ്പന മാറ്റിയില്ല, പക്ഷെ അവർ ദിവസത്തെയാണ് മാറ്റിയത്. ആ ദിവസം അവർ എന്ത് ചെയ്തു? ശനിയാഴ്ചയിൽ നിന്നും ഞായറാഴ്ചയിലേക്ക് മാറ്റി. നമുക്ക് ഈ എപ്പിസോഡിന്റെ സമയം ഇവിടെ തീരുകയാണ് ശരിക്കും. അപ്പൊ നമ്മൾ അടുത്ത എപ്പിസോഡിൽ കണ്ടിന്യൂ ചെയ്യുമ്പോൾ ഈ 4-ാമത്തെ കൽപ്പനയുടെ ചേഞ്ചിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആൻറ്റി ക്രൈസ്റ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നതിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ ചർച്ച ചെയ്ത് വരികയാണ്. അടുത്ത എപ്പിസോഡിൽ ഇതേ പവറിൽ നമുക്ക് ഇതെങ്ങനെയാണ് തെളിയേണ്ടതെന്നുള്ളത് കാണിക്കാം.
ചർച്ചയിൽ പങ്കെടുത്തതിന് ജേക്കബ് ജോണതൻ പ്രിൻസ് നന്ദി.